إن الحمد لله نحمده ونستغفره اللهم صل وسلم وبارك عليه. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉള്ളിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള ഒരു വലിയ സംശയവും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടു വളർന്ന ഒരു കഥയുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അള്ളാഹു സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയ ഇബ്ലീസ് പിന്നീട് ആദം നബിയെ വഴിതെറ്റിക്കാൻ എങ്ങനെ വീണ്ടും അവിടെ എത്തി? ഇതിന് മറുപടിയായി പാമ്പിന്റെ വായിൽ ഒളിച്ചിരുന്ന് ഇബ്ലീസ് സ്വർഗത്തിൽ കടന്നു എന്നൊരു കഥ നമ്മുടെ നാട്ടിൽ സജീവമാണ്. സത്യത്തിൽ ഈ കഥയുടെ പശ്ചാത്തലം എന്താണ്? പ്രമാണബദ്ധമായ തഫ്സീറുകളിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന കഥകളുടെ സത്യാവസ്ഥ എന്താണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി നമുക്ക് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഈ പാമ്പിന്റെ കഥയെക്കുറിച്ചല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ ഈ സംഭവത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഖുർആൻ വ്യക്തമാക്കിയ കാര്യങ്ങളും അതിൽ ഇല്ലാത്തതുമായ കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഖുർആന്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ വെറും കെട്ടുകഥകൾക്ക് പിന്നാലെ പോവുകയല്ല, മറിച്ച് പ്രമാണബദ്ധമായ കാര്യങ്ങളിലേക്ക് നേരിട്ട് കടക്കുകയാണ്. നമുക്കൊരു പൊതുതത്വം മുന്നോട്ട് വെക്കാം. വിശുദ്ധ ഖുർആനും സ്വഹീഹായ പ്രവാചക ചര്യയും ദൃഢമായി പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളെ നാം ആദരവോടെ കാണുന്നു. എന്നാൽ അള്ളാഹുവും റസൂലും വ്യക്തമാക്കാത്ത കാര്യങ്ങളിൽ സ്വന്തം ഭാവനകൾ കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ നമ്മൾ മുതിരരുത്. കാരണം ദീനിന്റെ കാര്യത്തിൽ വ്യക്തമായ തെളിവുകളില്ലാതെ സംസാരിക്കുക എന്നത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ഈ വിഷയം അന്വേഷിച്ചു തുടങ്ങുന്നത് ഇബ്ലീസ് എങ്ങനെ വീണ്ടും സ്വർഗത്തിൽ കയറി എന്ന ചോദ്യത്തിലാണ്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയൊരു അത്ഭുതമുള്ളത്. വിശുദ്ധ ഖുർആൻ ഈ ചരിത്രം ആരംഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നല്ല, മറിച്ച് ഭൂമിയിൽ നിന്നാണ്. നമുക്ക് ഖുർആൻ തന്നെ ഒന്ന് തുറന്നു നോക്കാം. സൂറത്തുൽ ബഖറയിലെ 30-ാം ആയത്തിൽ അള്ളാഹു പറയുന്നു, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ, ഖലീഫയെ നിയമിക്കാൻ പോകുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു പറഞ്ഞു ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയമിക്കുന്നു എന്നാണ്, അല്ലാതെ സ്വർഗത്തിൽ ഒരു ഖലീഫയെ സൃഷ്ടിക്കുന്നു എന്നല്ല. അതായത് മനുഷ്യന്റെ യഥാർത്ഥ ദൗത്യം ആരംഭിക്കേണ്ടത് ഭൂമിയിലാണ്. സ്വർഗം എന്നത് ആ യാത്രയിലെ ഒരു പരിശീലന ഘട്ടം മാത്രമായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. തുടർന്നുള്ള മലക്കുകളുടെ ചോദ്യം നോക്കൂ. അത്തജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ. അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരാളെയാണോ നീ നിയമിക്കുന്നത്? ഇവിടെ വളരെ പ്രസക്തമായൊരു സംശയം ഉയർന്നു വരാം. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, മനുഷ്യൻ ഭൂമിയിൽ എത്തുന്നതിന് മുൻപ് മനുഷ്യർ രക്തം ചിന്തുമെന്ന് മലക്കുകൾക്ക് എങ്ങനെ മുൻകൂട്ടി മനസ്സിലായി? ഇതിന്റെ കൃത്യമായ ഉത്തരം പ്രമുഖ തഫ്സീറുകളിൽ ഉദ്ധരിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. മലക്കുകളുടെ ഈ ചോദ്യത്തിന് അള്ളാഹു നൽകിയ മറുപടി ഒരൊറ്റ കാര്യമായിരുന്നു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. തീർച്ചയായും നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു. അങ്ങനെ അള്ളാഹു ആദം നബിയെ സൃഷ്ടിക്കുന്നു. മനുഷ്യന് അള്ളാഹു ആദ്യം നൽകിയ സവിശേഷത എന്തായിരുന്നു എന്നറിയാമോ? അത് സമ്പത്തോ ശാരീരിക ശക്തിയോ ആയിരുന്നില്ല, മറിച്ച് അറിവ് ആയിരുന്നു. അള്ളാഹു പറയുന്നു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദമിന് എല്ലാ നാമങ്ങളും അവൻ പഠിപ്പിച്ചു നൽകി. അറിവ് കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു ആദരിച്ചത്. അതിനുശേഷം അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു, ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് അലൈഹിസ്സലാം സജദ ചെയ്യുക. എല്ലാവരും സജദ ചെയ്തു, ഒരാൾ ഒഴികെ, ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ഇവിടെ പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താം. ഇബ്ലീസ് ഒരു മലക്കായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. കാന മിനൽ ജിന്ന്, അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു. അവൻ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നത്? അവന് അള്ളാഹുവിലോ പരലോകത്തിലോ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ല, അതെല്ലാം അവന് നന്നായി അറിയാമായിരുന്നു. പിന്നെ എവിടെയാണ് തെറ്റുപറ്റിയത്? അള്ളാഹു അവനോട് ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. ഞാൻ കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാൻ നിന്നെ തടഞ്ഞത് എന്താണ്?
അവന്റെ മറുപടി നോക്കൂ. അനാ ഖൈറും മിൻഹു ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. നീ എന്നെ അഗ്നിയിൽ നിന്നും അവനെ കളിമണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നീ എന്നെ തീയിൽ നിന്നും അവനെ കളിമണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നോക്കൂ സുഹൃത്തുക്കളെ, അവൻ ഞാൻ അനുസരിക്കില്ല എന്ന് നേരിട്ട് പറയുകയല്ല ചെയ്തത്, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുകളിൽ അവൻ സ്വന്തം യുക്തിയെയും ചിന്തയെയും പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഇതാണ് ചരിത്രത്തിലെ ആദ്യത്തെ അഹങ്കാരം. സ്വന്തം യുക്തി കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ അളക്കാൻ ശ്രമിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, തെറ്റ് പറ്റിയതിനു ശേഷം ഇബ്ലീസിന്റെ നിലപാട് എന്തായിരുന്നു? അവൻ തെറ്റ് തിരുത്താൻ തയ്യാറായോ? ഇല്ല. മറിച്ച് അവൻ തന്റെ തെറ്റിന് അള്ളാഹുവിനെയാണ് കുറ്റപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആൻ ഇത് ഇപ്രകാരം ഉദ്ധരിക്കുന്നു: ഫബിമാ അവൈതനി, നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ. സ്വന്തം തെറ്റിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അത് മറ്റുള്ളവരുടെ മേൽ ചാരി രക്ഷപ്പെടാൻ നോക്കുക എന്നത് ശൈത്താന്റെ സ്വഭാവമാണ്. എന്നിട്ട് അവൻ ഒരു വലിയ പ്രഖ്യാപനവും കൂടി നടത്തി: ലഅഖൂദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. തീർച്ചയായും നിന്റെ നേർവഴിയിൽ ഞാൻ അവർക്കായി കാത്തിരിക്കും. ഇതൊന്നുകൂടെ ശ്രദ്ധിക്കണം: തീർച്ചയായും നിന്റെ നേർവഴിയിൽ ഞാൻ അവർക്കായി കാത്തിരിക്കും. ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ കാത്തിരിക്കുന്നത് തിന്മയുടെ കേന്ദ്രങ്ങളിലല്ല, മറിച്ച് നേർവഴിയിലാണ്. കാരണം വഴിതെറ്റിയവരെ വീണ്ടും വഴിതെറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. നന്മയുടെയും സൽപ്രവർത്തികളുടെയും വഴിയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെ ലക്ഷ്യം വെക്കുക എന്നതാണ് അവന്റെ പ്രധാന ദൗത്യം. എന്നാൽ നമ്മെ ഉപദ്രവിക്കാൻ ശൈത്താൻ എന്തെങ്കിലും യഥാർത്ഥ അധികാരമുണ്ടോ? ഇല്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അള്ളാഹു നൽകിയ മറുപടി നോക്കൂ: ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. തീർച്ചയായും എൻ്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. അതായത് നമ്മെ കൊണ്ട് നിർബന്ധിച്ച് തെറ്റ് ചെയ്യിക്കാൻ ഇബ്ലീസിന് കഴിയില്ല. അവൻ പ്രലോഭനങ്ങളുമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും, വഴിതെറ്റിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിന് വഴങ്ങിക്കൊടുക്കണോ വേണ്ടയോ എന്നത് തീരുമാനിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് പരലോകത്ത് വെച്ച് ശൈത്താൻ മനുഷ്യനോട് പറയുന്ന കാര്യം ഖുർആൻ മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരുന്നത്: വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ. നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ലി. ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എൻ്റെ വിളി സ്വീകരിച്ചു. അതുകൊണ്ട് തെറ്റിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മനുഷ്യന് തന്നെയാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ശൈത്വാന്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ വിജയം. ഇപ്പോൾ നമ്മുടെ ചർച്ച ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അള്ളാഹു ഇബ്ലീസിനോട് അന്തിമമായി കൽപ്പിക്കുന്നു: ഫഖ്റുജ് മിൻഹാ, അതിൽ നിന്നും നീ പുറത്തു പോകുക. ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കിടക്കുന്നത്. അള്ളാഹു ഉപയോഗിച്ച മിൻഹ, അതിൽ നിന്ന് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എവിടെ നിന്നാണ് അവനോട് പുറത്തു പോകാൻ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്നോ ആകാശങ്ങളിൽ നിന്നോ അതോ അവൻ അതുവരെ ഇരുന്നിരുന്ന ഉന്നതമായ പദവിയിൽ നിന്നോ? ഇക്കാര്യത്തിൽ നമ്മളായിട്ടൊരു നിഗമനത്തിലെത്തുന്നില്ല. നമുക്ക് നേരിട്ട് പ്രമാണങ്ങളിലേക്ക് കടക്കാം. പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതിനെക്കുറിച്ച് എഴുതിയത് നോക്കൂ. ധാരാളം മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നത് ഇതിലെ സർവനാമം മടങ്ങുന്നത് ജന്നത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ് എന്നാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഈ ഒരു വിവരം മാത്രം ഉദ്ധരിച്ച് വീഡിയോകൾ ചെയ്യുകയും എഴുതുകയും ചെയ്യാറുണ്ട്. കണ്ടോ, ഇബ്നു കസീർ പറഞ്ഞു അത് സ്വർഗമാണെന്ന്. അപ്പോൾ ഇബ്ലീസ് പിന്നീട് വീണ്ടും സ്വർഗത്തിൽ കയറിയിട്ടുണ്ട് എന്ന് അവർ വാദിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തൊട്ടടുത്ത വരിയും കൂടി വായിക്കാൻ തയ്യാറാകണം. ഇമാം ഇബ്നു കസീർ തുടർന്ന് എഴുതുന്നു: അത് ആകാശങ്ങളിൽ നിന്നാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അതല്ല, അവൻ മലഉൽ അലായിൽ ഉന്നതമായ മലക്കുകളുടെ സന്നിധിയിൽ അനുഭവിച്ചിരുന്ന ആ വലിയ പദവിയിൽ നിന്നാണ് പുറത്താക്കപ്പെട്ടത് എന്നും അഭിപ്രായമുണ്ട്. ഇവിടെ അദ്ദേഹം ഒരൊറ്റ അന്തിമ വിധി പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് പണ്ഡിതന്മാർക്കിടയിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ വിശ്വസ്തയോടെ രേഖപ്പെടുത്തുകയാണ്. ഇനി ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ആ വാക്ക് സ്വർഗം തന്നെയാണെന്ന് നമ്മൾ താൽക്കാലികമായി സമ്മതിച്ചാൽ പോലും അതിനർത്ഥം ഇബ്ലീസ് പിന്നീട് പാമ്പിന്റെ ഉള്ളിൽ കയറി വീണ്ടും സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണോ? ഒരിക്കലുമല്ല. ഒരു വാക്കിന്റെ വ്യാഖ്യാനത്തെ തെളിവുകളില്ലാത്ത ഒരു വലിയ കഥയായി മാറ്റി സ്ഥാപിക്കാൻ നമുക്ക് കഴിയില്ല. അവിടെ നിന്നും പുറത്താക്കപ്പെട്ട ഉടനെ
ഇബ്ലീസ് അള്ളാഹുവിനോട് വളരെ വലിയൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. വിശുദ്ധ ഖുർആൻ അത് ഇപ്രകാരം ഉദ്ധരിക്കുന്നു: റബ്ബി ഫഅൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, എൻ്റെ രക്ഷിതാവേ, അവർ ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ അവധി നീട്ടിത്തരണമേ. അള്ളാഹു അവന് അവധി നൽകിക്കൊണ്ട് കൽപ്പിച്ചു, ഫഇന്നക മിനൽ മുൻളരീൻ, എന്നാൽ തീർച്ചയായും നീ അവധി നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന സത്യമുണ്ട്. വിശുദ്ധ ഖുർആൻ ഇബ്ലീസിന്റെ ലൊക്കേഷന്, അവന് എവിടെയായിരുന്നു എന്നതിന് അല്ല പ്രാധാന്യം നൽകുന്നത്, മറിച്ച് അവന്റെ മിഷന്, അവന്റെ ദൗത്യത്തിനാണ് ഈ ഒരു വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ ഈ ചർച്ചയുടെ ദിശ തന്നെ മാറും. ഇനി നമുക്ക് ഖുർആൻ ഈ സംഭവം എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് നോക്കാം. ഫവസ്വസ ലഹുമ ശൈത്വാൻ, ശൈത്വാൻ അവരിരുവരോടും വസ്വസ നൽകി. ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ, ശൈത്വാൻ അവരെ അവിടെ നിന്നും തെറ്റിച്ചു. ഖുർആൻ വ്യക്തമാക്കുന്നത് ഇത്ര മാത്രമാണ്: അവിടെ ദുർബോധനം നടന്നു, അവർക്ക് വീഴ്ച സംഭവിച്ചു. എന്നാൽ ഇബ്ലീസ് പിന്നീട് സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്നോ ഇല്ലെന്നോ ഖുർആൻ ഒരിടത്തും പറയുന്നില്ല. ഇവിടെ സ്വാഭാവികമായും നമ്മളിൽ ഒരു ചോദ്യം വരാം: ഒരാളെ സ്വാധീനിക്കണമെങ്കിൽ അവന്റെ അടുത്ത് നേരിട്ട് പോകേണ്ടതല്ലേ? ഈ കാര്യം മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്തെ ഒരു ചെറിയ ഉദാഹരണം നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾ നാട്ടിലും നിങ്ങളുടെ മകൻ മറുനാട്ടിലുമാണെങ്കിൽ ഒരു ഫോൺ കോളിലൂടെയോ വീഡിയോ കോളിലൂടെയോ നിങ്ങൾക്ക് അവനെ സ്വാധീനിക്കാൻ കഴിയും. നിങ്ങൾ ശാരീരികമായി അവിടെ ചെന്നില്ലെങ്കിലും ആ സ്വാധീനം അവിടെ നടക്കുന്നുണ്ട്. ഇബ്ലീസ് എന്നത് ഒരു മനുഷ്യനല്ല, മറിച്ച് ജിന്നുകളുടെ വർഗത്തിൽപ്പെട്ടവനാണ്. അള്ളാഹു ജിന്നുകൾക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ മനുഷ്യരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു ജിന്ന് പറയുന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്: താങ്കൾ ഈ സദസ്സിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുൻപ് ആ സിംഹാസനം ഞാൻ ഇവിടെ എത്തിക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഭൗതികമായ നമ്മുടെ ചിന്തകൾ വെച്ച് ജിന്നുകളുടെ ലോകത്തെ അളക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ഖുർആനും ഹദീസും വ്യക്തമാക്കിയ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുക, പ്രമാണങ്ങൾ മൗനം പാലിച്ച കാര്യങ്ങളിൽ നമ്മളും മൗനം പാലിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ശരിയായ നിലപാട്. സുഹൃത്തുക്കളെ, ആദം നബിക്കും ഹവ്വാ ബീവിക്കും ആ വീഴ്ച സംഭവിച്ചതിന് ശേഷം അള്ളാഹു കൽപ്പിക്കുന്ന വാചകം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം: ഖുൽനാ ഹ്ബിതു മിൻഹാ ജമിഅ, നാം പറഞ്ഞു നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നു: ഇഹ്ബിതു ബഅ്ദുകും ലിബഅദിൻ അദുവ്, നാം പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോകുക, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളായിരിക്കും എന്നാണ്. മനുഷ്യനും ഇബ്ലീസും തമ്മിലുള്ള ശത്രുതയുടെ ഭൂമിയിലെ ചരിത്രം ആരംഭിക്കുന്നത് ഈ വചനത്തോടു കൂടിയാണ്. അള്ളാഹു കൽപ്പിച്ചു, നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കും, നിങ്ങൾ എല്ലാവരും എന്ന് അള്ളാഹു ഇവിടെ അഭിസംബോധന ചെയ്തത് ആദം നബിയെയും ഹവ്വാ ബീവിയെയും ഇബ്ലീസിനെയുമാണ് എന്ന് ഇമാം തബരിയും ഇബ്നു കസീറിനെയും പോലുള്ള വലിയ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചിലർക്ക് സംശയം തോന്നാം, ഇബ്ലീസ് ഇതുവരെ സ്വർഗത്തിൽ ഉണ്ടായിരുന്നോ എന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനു മുൻപ് തന്നെ അവനോട് അള്ളാഹു പുറത്തു പോകാൻ കൽപ്പിച്ചിരുന്നു. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ സൂക്ഷ്മത പുലർത്തേണ്ടത്. ആദ്യത്തെ കൽപ്പനയിൽ പുറത്തു പോകാൻ പറഞ്ഞത് ഏത് പദവിയിൽ നിന്നാണോ എന്ന്, ഏത് സ്ഥലത്ത് നിന്നാണെന്നോ വിശുദ്ധ ഖുർആനോ സഹീഹായ ഹദീസുകളോ ഒരൊറ്റ അഭിപ്രായമായി നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് രണ്ടാമത് നമ്മൾ കണ്ട ഈ കൽപ്പനയുണ്ടല്ലോ, ഇറങ്ങിപ്പോകുക എന്നത്, ഇത് ഭൂമിയിലേക്കുള്ള മനുഷ്യന്റെയും ശൈത്താന്റെയും ഔദ്യോഗികമായ സ്ഥാനമാറ്റത്തിന്റെ പ്രഖ്യാപനമാണ്. മനുഷ്യനും ശൈത്താനും തമ്മിലുള്ള പോരാട്ടം ഇനി ഭൂമിയിൽ വെച്ചായിരിക്കും എന്ന് അള്ളാഹുവിന്റെ അന്തിമമായ തീരുമാനത്തിന്റെ വെളിപ്പെടുത്തലാണ്. അതിനപ്പുറം മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പറയാത്ത വിശദീകരണങ്ങൾ സ്വന്തം ഫാമിലിൽ നിന്ന് നമ്മൾ നെയ്യേണ്ടതില്ല. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് തുടക്കത്തിൽ നമ്മൾ മാറ്റിവെച്ച പ്രധാന ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുമെന്നും രക്തം ചിന്തുമെന്നും മലക്കുകൾക്ക് എങ്ങനെയാണ് മുൻകൂട്ടി മനസ്സിലായത്? ആദം നബിയുടെ സൃഷ്ടിപ്പിന് മുൻപ് ഭൂമിയിൽ മറ്റാരെങ്കിലും ജീവിച്ചിരുന്നോ? ഹദീസ് ശാസ്ത്ര നിയമപ്രകാരം ഒരു മൗഖൂഫ് ആയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം.
ഹദീസ് ശാസ്ത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പറയുകയോ ചെയ്യുകയോ ചെയ്ത കാര്യങ്ങളെയാണ് മർഫൂ എന്ന് വിളിക്കുന്നത്. എന്നാൽ പ്രവാചകനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഏതെങ്കിലും ഒരു സഹാബിയിൽ വെച്ച് അവസാനിക്കുന്ന റിപ്പോർട്ടുകളെയാണ് മൗഖൂഫ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അത് ആ സഹാബിയുടെ സ്വന്തം വാക്കോ അഭിപ്രായമോ ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന ചരിത്ര വിവരണം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പറഞ്ഞതല്ല, മറിച്ച് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ഈ ഒരു തരംതിരിവ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് വരാം. പ്രമുഖ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭൂമിയിൽ ഈ മുൻകാല ചരിത്രത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഹാക്കിം തന്റെ അൽ മുസ്തദ്രക്ക് എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: അള്ളാഹു ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭൂമിയിൽ ജിന്നുകളെ സൃഷ്ടിച്ചിരുന്നു. അവർ ഭൂമിയിൽ വലിയ തോതിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ഇമാം ഹാക്കിം, ഇമാം ദഹബിയും ഈ നിവേദനത്തിന്റെ പരമ്പര സഹീഹാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി ഒരു സംശയം വരാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്ത മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപുള്ള ഈ ഭൂമിയുടെ ചരിത്രം സഹാബികൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബാക്കൾക്ക് മുൻകാല വേദക്കാരായ ജൂത ക്രൈസ്തർ പാരമ്പര്യങ്ങളിലെ ചരിത്രങ്ങൾ നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സഹാബികൾ സ്വന്തം ഭാവനയിൽ നിന്നും പറഞ്ഞതല്ല, മറിച്ച് മുൻകാല പാരമ്പര്യങ്ങളിൽ നിന്ന് അവർ കേട്ടറിഞ്ഞ ചരിത്രപരമായ അറിവുകൾ പങ്കുവച്ചതാണ്. ഹദീസ് ശാസ്ത്രത്തിൽ ഇത്തരം റിപ്പോർട്ടുകൾക്ക് പ്രവാചക ഹദീസിന്റെ പദവി ഇല്ലെങ്കിലും അന്നത്തെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ഇവയെ രേഖപ്പെടുത്തി വെച്ചു എന്ന് മാത്രം. ഇനി പാമ്പിന്റെ കഥയിലേക്ക് വരാം. പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥകൾ എങ്ങനെയാണ് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നത് എന്നതിൻ്റെ കൃത്യമായ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം കാണാം. യർമുക്ക് യുദ്ധവേളയിലും മറ്റുമായി മഹത്തുക്കളായ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ചില സഹാബാക്കൾക്ക് അഹ്ലുൽ കിതാബിന്റെ, അതായത് വേദക്കാരുടെ ചില പുരാതന ഗ്രന്ഥങ്ങൾ ലഭിക്കുകയുണ്ടായി. മുൻകാല സമുദായങ്ങളുടെ ചരിത്രങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളായിരുന്നു അവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദമുള്ളത് കൊണ്ട് തന്നെ കേവലം ഒരു ചരിത്ര കൗതുകം എന്ന നിലയിൽ അതിലെ ചില കഥകൾ അവർ ആളുകളോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ പിൽക്കാലത്ത് ഇമാം തബരി റഹ്മത്തുള്ളാഹി തന്റെ വ്യാഖ്യാതമായ ഗ്രന്ഥത്തിൽ ആ കഥകളിൽ ചിലത് അതേപടി രേഖപ്പെടുത്തി വെച്ചു. പിൽക്കാലത്ത് വന്ന ഇമാം ഇബ്നു കസീർ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ തഫ്സീറിലും അൽ ബിദായ വന്നിഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തിലും ഈ പാമ്പിന്റെ കഥ ഉദ്ധരിച്ച ശേഷം അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകി. ഈ പരമ്പരയിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളതല്ല, മറിച്ച് മുൻകാല വേദക്കാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർന്നു വന്നതാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇതിന് തെളിവായി യഹൂദന്മാരുടെ പുരാതന ഗ്രന്ഥമായ അധ്യായം 13 എടുത്തു നോക്കിയാൽ ഈ പാമ്പിന്റെ കഥ അതിൽ അക്ഷരം പ്രതി എഴുതി വെച്ചിട്ടുള്ളതായി കാണാം. സാത്താൻ സ്വർഗത്തിൽ കടക്കാൻ പാമ്പിന്റെ ഉള്ളിൽ കയറിപ്പറ്റി അതിനെ ഒരു വാഹനമാക്കി മലക്കുകളെ പറ്റിച്ച് ഉള്ളിൽ കടന്നു എന്ന ജൂതന്മാരുടെ അതേ വിവരണം തന്നെയാണ് യാതൊരു മാറ്റവുമില്ലാതെ നമ്മുടെ ചില ചരിത്ര പുസ്തകങ്ങളിലും ഇടം പിടിച്ചത് എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ചരിത്ര വിവരണങ്ങൾ ഉണ്ടാകാം. അത് അവരുടെ രീതിയാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രമാണവും വിശുദ്ധ ഖുർആനും സ്വഹീഹായ പ്രവാചക വചനങ്ങളുമാണ്. ആ പ്രമാണങ്ങളിലൊന്നും തന്നെ ഇങ്ങനെയൊരു പാമ്പിന്റെ കഥ പരാമർശിക്കുന്നതേയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാൻ മാത്രം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ തെളിവുകളില്ലാത്ത ഇത്തരം കഥകളെ ദീനിന്റെ ഭാഗമായി കാണാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. കാരണം ഒരു ശരിയായ ചോദ്യം പല തെറ്റായ ധാരണകളെയും തിരുത്താൻ കഴിയും. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅഹ് വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബഹ്. അള്ളാഹുവെ, സത്യത്തെ സത്യമായി ഞങ്ങൾക്ക് കാണിച്ചു തരികയും അത് പിന്തുടരാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകുകയും ചെയ്യണമേ. അസത്യത്തെ അസത്യമായി കാണിച്ചു തരികയും അതിൽ നിന്ന് അകന്നു നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ.